ഇന്നത്തെ വീഡിയോയിലൂടെ പ്രോട്രോണിക്സ് എന്ന ബ്രാൻഡിൻ്റെ 10-in-1 മൾട്ടി ഫങ്ഷണൽ USB ഡോക്ക് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബോക്സ് നോക്കാം. ബോക്സിൽ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ബോത്ത് ആൻഡ്രോയിഡ് ആൻഡ് iOSൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് എൻ്റെ മാക്കിന് വേണ്ടിയിട്ടാണ്. 100 വാട്ട്സാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ 100 വാട്ട്സ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ പോർട്സ് കൊടുത്തിട്ടുണ്ട്. സി ആണ് ഇത് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു USB-C PD ഒരെണ്ണമുണ്ട്. പിന്നെ HDMI ഒരെണ്ണമുണ്ട്. VGA ഒരെണ്ണമുണ്ട്. RJ45 നെറ്റിന് വേണ്ടി ഒരെണ്ണമുണ്ട്. USB 3.0 ഒരെണ്ണം, USB 2.0 രണ്ടെണ്ണമുണ്ട്. പിന്നെ ഒരു SD കാർഡ് റീഡറും TF റീഡറും പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കും ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിൽ ഇതിൻ്റെ ഒരു ഡെമോ എന്ന് വെച്ചാൽ എന്തൊക്കെ കണക്ട് ചെയ്യാന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ബ്രാൻഡിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് മണ്ടഭാഗത്ത് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുന്നതാണ്. ഓപ്പണിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ നമുക്ക് വേണ്ടവർക്ക് റെഫർ ചെയ്യാം. ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇത് മാറ്റി വെക്കാം. വേറെ ബോക്സിനകത്തൊന്നും വരുന്നില്ല. പിന്നെ ഡോക്ക് ഇവിടെ സേഫായിട്ടിരിപ്പുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഇതൊരു പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതൊരു അക്രലിക്കാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മണ്ടയിലൊരു ഫിലിം വരുന്നുണ്ട്. അത് പൊളിച്ചളഞ്ഞാൽ മതി. പിന്നെ കേബിൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെയാണ്. USB-C ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു, നല്ലതാണ്. ഇതിൻ്റെ മണ്ടയിലൊരു ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ സാധനവും നമുക്ക് കാണാം. എല്ലാം എനിക്കിത് ട്രാൻസ്പെറൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ട്രാൻസ്പെറൻറ്റ് മേടിച്ചതാണ്. കേബിൾ ബ്രേഡറൊന്നുമല്ല, എന്നാലും റബ്ബറാണ്, കുഴപ്പമില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇവിടെയായിട്ട് USB 3.0യും ബാക്കി രണ്ടെണ്ണം വരുന്നത് USB 2 ആണ്, 2.0 ആണ്. പിന്നെ നേരെ ഇവിടുന്ന് നേരെ വരുവാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു SD കാർഡ്, 2 SD കാർഡ്, ഒന്ന് TF ഒന്ന് SD കാർഡ്. പിന്നെ ബാക്ക് വശത്തെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ പോർട്ടും, അതായത് HDMI, VGA, എതർനെറ്റ്, ഈ 3 പോർട്സ് ബാക്കി വരുന്നു. പിന്നെ കേബിളിൻ്റെ വശത്ത് വരുവാണെങ്കിൽ ഇവിടെ 3.5mm ജാക്ക് കണക്ട് ചെയ്യാനും ഇവിടെ Type-C ചാർജർ കണക്ട് ചെയ്യാനും, അതായത് Type-C കണക്ട് ചെയ്യാനും പറ്റും. ഇത് ഞാൻ എൻ്റെ മാക്കിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. മാക്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വേറെ വലിയ ഇഷ്യൂസൊന്നും ഞാൻ ഇതുവരെയായിട്ടും യൂസ് ചെയ്തതിൽ കണ്ടില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും വലിയ കുഴപ്പമില്ല. താഴെ വീണാലും വലിയതായിട്ട് പറ്റാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടും ഒരു യൂണീക്ക് ഒരു ഡിസൈൻ എനിക്ക് തോന്നി. എല്ലാം കൊണ്ടും യൂണീക്കായിട്ട് തോന്നി. പക്ഷേ കേബിളിന് നീട്ടം കുറവാണ്. എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നീട്ടമുള്ള കേബിൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് ഞാൻ കുറേ നോക്കി, എന്നിട്ടും എനിക്ക് നല്ലൊരു നീളമുള്ള കേബിൾ കിട്ടിയില്ല. അത് കാരണം പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തന്നെ മാറിയത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിലയും ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. ഒരു 1800 രൂപ സംതിങ് ആണ് വന്നത്. 1800 തോന്നുന്നു ഞാൻ മേടിച്ചപ്പോൾ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും ലൈവ് പ്രൈസ് ചെക്ക് ചെയ്യാം. ഇതല്ലാതെ ഇതിൻ്റെ താഴെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതാണെങ്കിൽ ഇതിനെങ്കിലും പ്രൈസ് കുറവാണ്. ബട്ട് ഇതിൻ്റെ പോർട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ VGA കണക്ടർ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ
SD കാർഡ് റീഡർ ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയുള്ളതും എടുക്കാവുന്നതാണ്. ഇപ്പം VGAയുടെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനും താഴെ കുറഞ്ഞ മോഡൽസ് എടുക്കാം. പക്ഷേ എൻ്റെ യൂസ് കേസ് അനുസരിച്ച് ഇതാണ് എനിക്ക് ആവശ്യമായത്. അത് കാരണമാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ.